ഇന്ന് ചരിത്രമുറങ്ങുന്ന ഒരു സ്കൂളിലേക്കാണ് കേട്ടോ. ഗവൺമെൻറ് ട്രൈബൽ UP സ്കൂളെന്നും പറഞ്ഞ ഒരു സ്കൂളിലേക്കാണ്. ഈ സ്കൂളിന് പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്. ഇന്നത്തെ ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, സ്കൂൾ ബസ്സൊക്കെ ഉണ്ട്. കുട്ടികളിലൊക്കെ എന്തായിരുന്നു കുത്തിവരേത് ഇതൊക്കെയാണ്. ഇന്ന് കണ്ടോ, കുട്ടികളുടെ കലാവിരുതുകളാണ് കേട്ടോ അവരൊക്കെ ഉപകരിക്കുന്നത്. UP സ്കൂളാണ്. ഇത് എന്ത് ഹാപ്പി ആയിട്ടാണ് കുഞ്ഞുങ്ങൾ പോകുന്നതെന്ന്. ഇത് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടൊന്നും ഒരിക്കലും ഇതുണ്ടോ, ട്രെയിനിൻ്റെ ചിത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് ഈ സ്കൂളിൽ PTA പ്രസിഡൻ്റായിട്ട് ഒരു 15 കൊല്ലം മുമ്പ് ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ ഇവിടെയാണ് പഠിച്ചത്. എൻ്റെ കുട്ടികളിൽ 2 പേര്, ഒരാൾ ദുബായിലാണ്, അക്കൗണ്ടൻ്റാണ്, ഒരാൾ സൈബർ ഫോറൻസിക്കിൻ്റെ PG എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് ഈ സ്കൂളിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ. ഇത് കണ്ടോ, ഇത്ര ഭംഗിയായിട്ടാണ് ഗവൺമെൻറ് ഈ സ്കൂളിലെ അധ്യാപകരും ഒക്കെ കൂടി ഈ സ്കൂള് പരിപാലിച്ചിരിക്കുന്നത് നോക്കുക. അതുകൊണ്ടാണ് ഈ സ്കൂളിനെ കുറിച്ച് ഒന്ന് ഇത് ചെയ്യാൻ. കണ്ടോ, ഇതിനകത്ത് പോലും നമ്മൾ കണ്ടോ അക്ഷരമാലകളും എല്ലാം സഖികളും എല്ലാം ഇങ്ങനെ. ഇത് കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ. നമ്മുടെ വീട്ടിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് തോട്ടങ്ങളൊന്നും പരിപാലിക്കപ്പെടുകയൊന്നുമില്ല. കാരണം ഇതിനകത്ത് പുല്ലോ ഒന്നുമില്ല. അതാണ് ഇതിനകത്തെ ഒരു അത്ഭുതകരമായ അവസ്ഥ കേട്ടോ. ഇത് കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ. അവർ നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ ഇവരൊക്കെ. കാരണം ഇതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. ഇത് ഇതാണ് സ്റ്റാഫ് റൂമാണ്. ഇതിൽ രസകരമായ ഒരവസ്ഥയുണ്ട്. ഇതിനകത്തൊരു ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ടീച്ചർമാരുടെ വെളിയിലാണ് ഈ ബാത്റൂം. ഞാൻ PTA പ്രസിഡൻ്റായിരുന്നപ്പം ഇവിടെ 90% ലേഡീസ് അധ്യാപകരാണ് കേട്ടോ. അത് അന്ന് ഞാൻ പണി കഴിപ്പിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് ഇവരൊക്കെ വെളിയിൽ പോയായിരുന്നു, വെളിയിലുണ്ടായിരുന്നു, സൗകര്യം കുറഞ്ഞത്. ഇതാണ് സ്റ്റാഫ് റൂം കേട്ടോ. സംഭരണിയാണ്. ഒരു കാലത്ത് ജലക്ഷാമം ഉണ്ടായപ്പം ഇതൊക്കെ ഞാൻ പണി കഴിപ്പിച്ചതാണ് കേട്ടോ. ഈ ബിൽഡിങ് ഞാൻ പണി കഴിപ്പിച്ചത്. അതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതാണ് CRC ബിൽഡിങ്. ഇത് ഇവിടുത്തെ നമുക്ക് കുട്ടികൾ അല്ല, ഇത് പ്രീ പ്രൈമറിയാണോ? 1ാം ക്ലാസ് അല്ലേ? മക്കളെ ഹായ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അബ്ദുൽ കലാം സാറിൻ്റെ വരികളാണ് കേട്ടോ ഈ എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് സ്കൂള്. കുട്ടികളൊക്കെ നമുക്കൊരു കുട്ടികളെ നമുക്ക് ഉച്ച സമയം നമുക്ക് ഒരു ചോറിന സമയത്ത് നമുക്ക് ബാക്കി കാണാം കേട്ടോ. എത്ര വൃത്തിയായിട്ടാണ് ഇതൊക്കെ പരിപാലിച്ചിരിക്കുന്നതെന്ന് നോക്കി. ഉണ്ടോ, പണ്ടത്തെ ഒരവസ്ഥയാണോ? ഇതാണ് ഇവിടുത്തെ 2ാം നിലയിലേക്കുള്ള സ്റ്റെപ്പുകൾ. ഇതൊന്നും ഞാൻ ഉണ്ടായിരുന്ന കാലത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ മേളിലേക്കൊക്കെ പണിതത്. ഗവൺമെൻറ് ട്രൈബൽ UP സ്കൂൾ കുമളി 1951 ഈ വിദ്യാലയം ആരംഭിച്ചത്. മന്നാക്കുടി പള്ളിക്കുടി സെറ്റിൽമെൻറ്റിൻ്റെ അകത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ പതിറ്റാണ്ട്, ഏകദേശം 7 പതിറ്റാണ്ടുകളുമായിട്ട് ഈ സമൂഹത്തിൻ്റെ ഒരു നിറസാന്നിധ്യമായിട്ടാണ് ഈ വിദ്യാലയം നിൽക്കുന്നത്. 10,000-ഓളം കുട്ടികൾ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഏറ്റവും അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, ഈ വിദ്യാലയം കുമളിയുടെ ഒരു തിലകക്കുറിയായി തന്നെ നിലനിൽക്കുന്നത്. അത് ഇന്നത്തെ അധ്യാപകരുടെയോ എൻ്റെയോ മാത്രം ഒരു കഴിവല്ല, മറിച്ച് ഒരു പൊതുവിദ്യാലയത്തിൽ പാരമ്പര്യമായിട്ട് കാത്തുസൂക്ഷിക്കുന്ന കുറേയേറെ നല്ല പ്രഥമ അധ്യാപകരും ഈ വിദ്യാലയത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതുകൊണ്ടും ഇവിടെ പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ശരിക്കും ഇവിടുത്തെ അധ്യാപകർ തന്നെ സ്വന്തം കുട്ടികളായിട്ടാണ് കാണുന്നത്. പലപ്പോഴും കുട്ടികളുടെ അമ്മയായിട്ടാണ് ഇവിടുത്തെ അധ്യാപകരും പെരുമാറുന്നത്. അത് സമൂഹം അംഗീകരിക്കുന്നുണ്ട്. അതൊരു വലിയ സത്യം തന്നെയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ ഒരു കുറേയേറെ കാലമായിട്ട് പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ എണ്ണം കുറവാണ്. ഈ ഒരു കാച്ച്മെൻറ്റ് ഏരിയയിൽ 10ഓളം വിദ്യാലയങ്ങളുണ്ട്. അത് സർക്കാർ സ്കൂളായിക്കോട്ടെ, എയ്ഡഡ് സ്കൂളായിക്കോട്ടെ, അൺഎയ്ഡഡ് CBSE സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്കൂളുകളിലെല്ലാം അവരോടൊക്കെ മത്സരിച്ചുകൊണ്ട് ഇന്നും പറയുമ്പോൾ നമുക്ക് നല്ല എന്ത് വികാരമെന്ന് എനിക്കറിയില്ല. 2022 കൊറോണയ്ക്ക് ശേഷം
ഈ വിദ്യാലയം ആരംഭിക്കുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ UP സെക്ഷൻ ഇവിടെയല്ല പ്രവർത്തിച്ചത്. അത് GVHS സ്കൂളിൻ്റെ ഒരു കെട്ടിടത്തിലാണ്, വാടകയ്ക്കാണ് താമസിച്ചത്. കാരണം ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഇല്ലായിരുന്നു. അന്ന് ഒരു പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കാനുള്ള പ്രാഥമികമായ പരിപാടികൾ ആരംഭിക്കും. കൊറോണ വന്നതുകൊണ്ട് ആ പണി നിലച്ച ഒരു മട്ടിലായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല. അപ്പോൾ അങ്ങനെ നിന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഞങ്ങൾക്ക് 2023 പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി, ഏറെ അഭിമാനത്തോടുകൂടി പറയാം, മെയ് മാസം 18-ാം തീയതി ഞാൻ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും നേരിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ പ്രീ പ്രൈമറിയുടെ അഡ്മിഷൻ പൂർത്തിയാക്കാനുള്ള അനുവാദം തരണമെന്ന് ചോദിക്കുകയുണ്ടായി. എന്ത് വികാരമെന്ന് എനിക്കറിയില്ല. കാരണം നോ പറയാനും പറ്റുന്നില്ല കുട്ടികളെ. കാരണം അന്ന് ഞങ്ങൾക്ക് 72 കുട്ടികൾ ചേർന്ന് കഴിഞ്ഞു. ഒരു അധ്യാപികയാണുള്ളത്. അപ്പം പല എണ്ണം കുറയുമ്പോഴും ഇവിടെ ഒട്ടും അത് ബാധിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുമ്പോൾ ട്രൈബൽ ഹോസ്റ്റലിൻ്റെ 3 ക്ലാസ് മുറികൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 ക്ലാസ് മുറികൾ, അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഇരുത്താൻ സ്ഥലം പരിമിതി അത്രയ്ക്ക് കുട്ടികളുടെ ഒരു ബാഹുല്യം ഉണ്ടായതല്ല. അതങ്ങനെ നമുക്ക് തുടരുന്നു. ഇത് എൻ്റെയോ ഞങ്ങളുടെ മാത്രം ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി വന്നതല്ല, മറിച്ച് ഈ വിദ്യാലയത്തിൻ്റെ പാരമ്പര്യം തന്നെയാണ്. ഈ സമൂഹവുമായിട്ട് ഈ വിദ്യാലയം കാഴ്ചവെക്കുന്ന ഒരു അടുപ്പം, അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ആ ഒരു കടപ്പാട്. ഞങ്ങൾക്കിവിടെ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് തരുന്നുണ്ട്. ആദ്യമായിട്ട് 2023 മുതൽ ഇവിടുത്തെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഉണ്ട്. നല്ല ഫലസമൃദ്ധമായ ഉച്ചഭക്ഷണമുണ്ട്. ലൈഫ് ടു ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക്, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നതും സാമ്പത്തികമായി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈകുന്നേരങ്ങളിൽ അവർക്ക് പ്രത്യേക പരിശീലനവും അതിനെ തുടർന്ന് അവർക്ക് ലഘുഭക്ഷണവും വിതരണവും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാം, ഈ ഒരു പ്രദേശത്തിൽ നിന്ന് ഒരു 15ഓളം വ്യക്തികളെ, രക്ഷിതാക്കളെ സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിന് കാരണം ഇവിടെ വൈകുന്നേരം 7 മണി മുതൽ രാജേഷ് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന PSC പരിശീലനമാണ്. ഒരുപക്ഷെ ശരിക്കും ഇവിടുത്തെ അധ്യാപകർ ഈ ഒരു വിദ്യാലയത്തെ കേവലം ഒരു സ്കൂളായിട്ട് മാത്രം കാണുന്നില്ല, അതിനപ്പുറം എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. രാവിലെ 8:30 ആകുമ്പോൾ ഈ സ്കൂൾ പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഒരു സർക്കാർ സ്കൂൾ തന്നെയാണ്. വൈകുന്നേരം 6 മണി വരെ മിക്ക അധ്യാപകരും ഇവിടെയുണ്ട്. അങ്ങനെ സമൂഹമായിട്ട് കാഴ്ചവെക്കുന്ന ഒരു വലിയ അടുപ്പത്തിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കാം ഒരുപക്ഷെ ഈ വിദ്യാലയത്തിൽ കുട്ടികളുടെ എണ്ണം ദൈനംദിനം ഓരോ വർഷവും വർദ്ധിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് ഏറെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഈ ചെയ്യുന്ന ഒരു ജോലി വെറും കേവലം ജോലിയല്ല, മറിച്ച് അതിൻ്റെ സേവനമാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഈ ഒരു 22-ന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ അടിമുടി മാറുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. കെട്ടിടങ്ങളെല്ലാം വളരെ മനോഹരമായ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും അകമഴിഞ്ഞ സഹായത്തിൻ്റെ ഫലമായി കെട്ടിടങ്ങളെല്ലാം മനോഹരമായി തീർക്കാൻ സാധിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മാതൃകാപരമായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ കലോത്സവത്തിൽ സബ് ജില്ലയിൽ 3 പോയിന്റ് കൊണ്ടാണ് 1ാം സ്ഥാനം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ജില്ലയിൽ ഞങ്ങൾ 4 ഐറ്റം ഞങ്ങളുടെ കുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസ് അടക്കം 4 കുട്ടികൾ ജില്ലയിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തു. അപ്പോൾ പാഠ്യേതര വിഷയങ്ങളിൽ എല്ലാം തന്നെ മികച്ച കുട്ടികളായിട്ട് നിൽക്കുന്നു. അത് ശരിക്കും അധ്യാപകർ അവരുടെ സേവന മനോഭാവമാണ്. ഒരു ക്ലാസ് റൂമാണ്. വളരെ ഭംഗിയായിട്ടുള്ള അവരുടെ അധ്യാപകനും കാര്യങ്ങളൊക്കെ. ഈ യൂണിഫോം ഞാൻ അന്ന് കാലത്ത് തുടങ്ങി വെച്ചതാണ് കേട്ടോ. യൂണിഫോം ചില കുട്ടികൾ ഇട്ടിട്ടില്ല. അത് ഇതാണ് ഇവിടുത്തെ അധ്യാപന രീതികളൊക്കെയാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെ ആ സംഭവം എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ ഇരുന്ന് പഠിച്ചതാണ്. ഒരു 3 മക്കളുണ്ടായിരുന്നു. അവർ 1ാം ക്ലാസ് മുതൽ ഇവിടെയാണ് പഠിച്ചത്. വലിയ സമയത്ത് അന്നൊന്നും ഞാനിരുന്ന കാലത്തൊന്നും ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. കുട്ടികൾ വളരെ എൻജോയ് ചെയ്താണ് ഇവിടെ കേട്ടോ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇത് 2ാമത്തെ സ്കൂൾ ബസ്സാണ്. ഞാനന്ന് സ്കൂൾ ബസ്സൊന്നുമില്ല, ഇവിടെ ഒരു മാരുതി വാനും 2-3 വണ്ടികൾ ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു കുട്ടികൾ. ഇതൊരു കുഞ്ഞ് ഗ്രൗണ്ടൊക്കെയാണ് അവർക്ക് വോളിബോൾ. കാരണം അവിടെ ആകെ 1/2 ഏക്കർ സ്ഥലമേ ഉള്ളൂ. ഈ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ. ഇതാണ് പുതിയ ബിൽഡിങ് കേട്ടോ. പുതിയ ബിൽഡിങ്ങാണ് ഇത് കണ്ടോ.
ഈ ബിൽഡിങ് നമ്മുടെ ആ, ആ, നിയോജകമണ്ഡലം ഇങ്ങനെ പ്രൊജക്റ്റിലാണ്. ഇത് ഒരു കൊല്ലം എങ്ങാണ്ടായുള്ളൂ ഇത് പണി കഴിപ്പിച്ചിട്ട്. ഈ ബിൽഡിങ്ങിലാണ് ഇപ്പം നിലവിൽ പല ക്ലാസ്സുകളും നടക്കുന്നത്. അന്നൊരു പഴയ ബിൽഡിങ്ങായിരുന്നു, അത് കൊള്ളില്ലായിരുന്നത്. ഇപ്പം സർക്കാരിൻ്റെ ഒരു ഗുണമേന്മയും കൂടെ ആട്ടോ എടുത്ത് പറയുന്നത് ഞാൻ. ഇതാണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന കഞ്ഞിപ്പുര എന്നൊക്കെ എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ പറഞ്ഞിരുന്നത്. ഇതാണ് ആഹാരമൊക്കെ പാചകം ചെയ്യുന്ന ഒരവസ്ഥയാണ്. എത്ര വൃത്തിയായിട്ടാണെന്ന് നോക്കി, എല്ലാം യൂണിഫോമും ഒക്കെ ഇട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ്, നല്ല രീതിയിൽ വൃത്തിയായിട്ട്. പണ്ട് അത്രയും വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 15 കൊല്ലം മുമ്പ് അത്. ഇപ്പം നോക്കി സാറുമാർ സഹിതം എല്ലാവരും ഹെൽപ്പ് ചെയ്ത് നല്ല രീതിയിലാണ് കേട്ടോ. ഞാനുണ്ടായിരുന്ന ആ സമയത്ത് തുടങ്ങിയതാണ് ഇവിടെ പ്രീ പ്രൈമറി അല്ലേ, പ്രീ പ്രൈമറി സ്കൂള്. ഇതുണ്ടോ കുട്ടികളെ പഠിപ്പിക്കുന്നതുണ്ടോ? ഇതാണ് ഇന്നത്തെ അഡ്വാൻസ്ഡ്. അത് നമ്മൾ ഗവൺമെൻറ് സ്കൂളൊക്കെ കുറ്റം പറയുമ്പോൾ ഓർക്കണം, ഇതിൻ്റെയൊക്കെ മഹാത്മ്യം എത്ര നല്ലതാണ് കേട്ടോ. ഇത്രയും കുട്ടികളുണ്ട്. ഇതുണ്ടോ മക്കളൊക്കെ എന്ത് ഹാപ്പിയായിട്ടായിരിക്കുന്നതെന്ന് ഒരു ടി വിയൊക്കെ കണ്ട്. ഇത് റീന എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞാൻ PTA പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇവിടെ ജോലിക്ക് കയറിയ കുട്ടിയാണ്, എൻ്റെ ക്ലാസ്മേറ്റാട്ടോ. ഇതും എൻ്റെ സുഹൃത്താണ്. ഒരു ഇത് മുഖംമൂടിയൊക്കെ വെച്ചൊരു ടീച്ചർ നിൽക്കുന്നു. ട്രെയിനിയാണ്. ഇതാ നമുക്ക് പ്രീ പ്രൈമറിയുടെ ഒരു സിറ്റുവേഷൻ ആണ് ഇത് കേട്ടോ. ശരി. ഇത് കണ്ടോ അവരുടെ പാത്രങ്ങളും എല്ലാം അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നതാണല്ലോ. അവരുടെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ കണ്ടോ. നമ്മുടെ മക്കളുടെ പെൺകുഞ്ഞുങ്ങളുടെയാണ്. ഇതുകൊണ്ട് വൃത്തിയായിട്ട് എത്ര ഭംഗിയായിട്ടാണ് അവരൊന്നും കാണിക്കുന്നില്ല. ഞാൻ അതിൻ്റെ പേര് കുറ്റം പറയരുത്, അതൊന്നും കാണിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇവന്മാരാണ് നമുക്ക് വഴികാട്ടി കേട്ടോ. ഇത് ബോയ്സിൻ്റെ ടോയ്ലറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുണ്ടോ ബോയ്സിൻ്റെ ടോയ്ലറ്റാണ് ഇതുണ്ട്. കൈ കഴുകാനും ഒക്കെയുള്ള എത്ര വൃത്തിയായിട്ടാണ് ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. യൂണിഫോമിൻ്റെ സംഭാവനയാണ് കേട്ടോ. അതെല്ലാം പാലിച്ചിട്ടുണ്ട് യൂണിഫോം ഇടാനൊക്കെ. ഇതുണ്ടോ കുട്ടികൾ നല്ല രീതിയിലുണ്ടോ, എല്ലാം നല്ല രീതിയിൽ. സാർ അവർക്ക് ടെസ്റ്റ് ഇട്ട് കൊടുത്തേച്ച് സാറ് വെളിയിൽ നിൽക്കുകയാണ്. അവർക്ക് ചോദ്യം ഇട്ട് കൊടുത്തേച്ച്. ഇതാണ് ഇവിടുത്തെ സാറാണ് കേട്ടോ. ഇത് 7ാം ക്ലാസ്സാണ് കുട്ടികൾ. ഇത്രയും കുട്ടികളുണ്ടെന്നുള്ളതാണ്. ഇവിടെ UP സ്കൂളിലാണെങ്കിൽ ഏകദേശം 600-നടുത്ത് കുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് പണ്ട് കുഞ്ഞു മുറികളിലൊക്കെ ആയിരുന്നു കേട്ടോ ഇരുന്നിരുന്ന തിങ്ങിപ്പം. ഇപ്പം ഇവരുടെ ഒരു ഇതുണ്ടോണേ 5A ആണ് ക്ലാസ്. ഇതുണ്ട് ഇത്രയും നിറയെ കുട്ടികളുണ്ട്. അതാ നമ്മളൊരു മാനേജ്മെൻറ്റിൽ ഉള്ളതിനേക്കാളും നല്ല വൃത്തിയും ഇതായിട്ട് കുഞ്ഞുങ്ങളൊക്കെ, ഈ കുഞ്ഞുങ്ങളിലൊക്കെ മുഖത്ത് ഹാപ്പിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ എന്താ ഫീസ് കൊടുക്കാനുള്ള പാടും കാര്യങ്ങളൊക്കെ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. നിങ്ങളെല്ലാം ഹാപ്പിയല്ലേ? 5C ആണ് ഈ ക്ലാസ്. ഇതുണ്ടോ കുട്ടികളെല്ലാം എല്ലാ ബെഞ്ചിലും കുട്ടികളുണ്ട്. അത് നിറച്ചും കുട്ടികളുണ്ട്. ഇതാണ് ടീച്ചർ. ഇവർ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡാണ്. കാരണം ഇവർക്കൊക്കെ പ്രത്യേക ട്രെയിനിങ് ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ പോലല്ല. മാനേജ്മെൻറ്റ് സ്കൂളിൽ അങ്ങനെ പോയി ട്രെയിനിങ് ഉള്ളവർ ചേരുകയല്ല, യോഗ്യതയുള്ളവർ. അവർക്ക് നിസ്സാര ശമ്പളമൊക്കെ ആയിരിക്കും. അവർക്ക് ശമ്പളമൊക്കെ ഉണ്ട്, എന്നാലും ഇവർ വർഷം ഇത്ര ക്യാമ്പിനൊക്കെ പോകണം. ഇതിപ്പോൾ ഇവിടുന്ന് ജെല്ലിയിൽ നിന്ന് നോക്കിയാൽ പോലും നമുക്ക് കണ്ടോ ഇതിൻ്റെ ബാക്ക് വശമാണ് വൃത്തിയായിട്ടൊക്കെയാണ് കിടക്കുന്നത്. അത് വേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല. അതൊക്കെ സത്യം സ്കൂളിൻ്റെ സ്ഥലമാണ്. അത് ട്രൈബൽ സെറ്റിൽമെൻറ്റിനകത്താണ്. അതുകൊണ്ടാണ് സ്കൂളിന് 3 ഏക്കർ സ്ഥലമുള്ളതാണ്. പക്ഷേ 1/2 ഏക്കർ ഇവരുടെ കിട്ടിയിട്ടുള്ളൂ. ഞാനിവിടെ PTA പ്രസിഡൻ്റായിരുന്ന കാലത്ത് എനിക്കറിയാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ശബ്ദിക്കാനൊന്നും പറ്റില്ല. അതൊരു മറ്റൊരു ആദിവാസി സെറ്റിൽമെൻ്റ് അല്ലേ. അതുകൊണ്ട് നല്ല പഠിപ്പീരൊക്കെയാണ്. സത്യത്തിൽ ഏക പരിമിതി ഈ സ്കൂളിൻ്റെ പരിസരത്ത് കിടക്കുന്ന 4.5 ഏക്കർ സ്ഥലം ഈ സ്കൂളിൻ്റെയാണ്. പക്ഷേ 65 സെൻറ്റെങ്ങാണ്ടേ ഉള്ളൂ സ്കൂളിൻ്റെ കൈവശം. ബാക്കിയെല്ലാം മറ്റുള്ളവർ കൈയേറിയ. അതിന് ഞാനിരുന്ന കാലത്ത് ഒത്തിരി കഷ്ടപ്പെടുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അതാണൊരു ഇത്രയും കുട്ടികൾ 100-200 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്. അത് ഞാൻ കുറ്റമായിട്ട് പറയല്ല, ട്രൈബൽ സെറ്റിൽമെൻറ്റ് ആയതുകൊണ്ടായിരിക്കാം. അത് അങ്ങനെ ഒരു സംഭവമുണ്ട്.
സെക്കൻഡ് കരണത്തിൻ്റെ സമയമാണ്. നമ്മളത് ഇതുണ്ട് തോരൻ, നല്ല കടലയൊക്കെ ഇട്ട കേട്ടോ, സാമ്പാർ, കടലക്കറി, ചോറ്, കുഞ്ഞുങ്ങളാണ്, നമ്മുടെ മക്കളാണ്. ഒരു അമ്മ ഒരു ക്ലാസ്സിലാണ്. പണ്ട് ഇവിടെ ഇരുന്നായിരുന്നു, ഇപ്പോൾ ക്ലാസ്സിലാണ് ഇവരുകൊണ്ട് കഴിക്കുന്നത് കേട്ടോ. സാറന്മാരൊക്കെ ചോറിനകത്തൊരു കറുത്ത പാടം ഒന്നുമില്ല കേട്ടോ, അതൊന്നും പേടിക്കണ്ട. കിഴങ്ങേറിയാണ്, ചോറിനാണ്. ചില ദിവസം മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ 106ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ട്രൈബൽ സ്കൂളിനെ കുറിച്ചാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എൻ്റെ മക്കൾ ഇവിടെ നിന്നാണ് പഠിച്ച് രക്ഷപ്പെട്ടത്. പിന്നെ രണ്ടാമത് ഞാനിവിടെ 2 കൊല്ലം PTA പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ സന്തോഷമുണ്ട്. എനിക്ക് ആ സ്കൂൾ തന്നെ എനിക്ക് ഇങ്ങനെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയതും എന്നോട് നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചതിലും ആ സ്കൂളിൻ്റെ വളർച്ചയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുത്തുന്നുണ്ട്. പണ്ട് പഞ്ചായത്തിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ 20 പഞ്ചായത്തുകൾ ആദ്യമായിട്ട് പഞ്ചായത്തുകളെക്കുറിച്ചുള്ള അവാർഡുകൾ കിട്ടിയപ്പം അതിലൊന്ന് ഈ പഞ്ചായത്താണ് തിരഞ്ഞെടുത്തത്. അന്ന് ഈ സ്കൂളിലെ ഞാനായിരുന്നു PTA പ്രസിഡന്റ്. അന്ന് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അവരുടെ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു അവസ്ഥ ഞാൻ പറയുകയാണ്. ബാക്കിയെല്ലാം ക്ലിയറാക്കി ഇട്ടിരുന്നു. ഈ സ്കൂളും കൂടെ കണ്ടിട്ടാണ് ഒരു ഹെൽത്ത് സെൻറ്റർ, ഒരു സ്കൂൾ, അങ്ങനെയുള്ള 5-6 സ്ഥലമാണ് അവർ മെയിനായിട്ട് കാണുന്നത്. ടൗണിലെ പ്ലാനിങ് വൃത്തിയൊക്കെയാണ്. അന്ന് ഇവിടെ ബാത്റൂം മാത്രം കുട്ടികളുടെ ഇത് അൺക്ലീനായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു സ്വീപ്പർ അന്നുണ്ട്. അവരും അത് ചെയ്തില്ല. ഒരു പ്യൂണും എൻ്റെ കൂടെ വന്ന് കയറ്റി വന്നു. ഞാൻ 7:30 വന്നു. ഞാൻ ആ ബാത്റൂം ഞാൻ തന്നെ എഴുതി. കാരണം പക്ഷേ ഞാനിവിടുന്ന് വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് വഴി വെച്ച് ഒരു പ്രമാണി എന്നോട് ചോദിച്ചു, PTA പ്രസിഡൻ്റ് ജോലി ബാത്റൂം കഴുകാൻ. ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ ഉപയോഗിക്കുന്ന ബാത്റൂമാണ് എന്ന് പറയേണ്ടി വന്നു. കാരണം അതാണ് സമൂഹം. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളുകളെ, ആശുപത്രികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർ നെഗറ്റീവ് ചിന്തിക്കുകയും പറയുകയും ചെയ്തു. ഞാൻ ഈ സ്കൂൾ കൃത്യമായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതലൊന്നും ഈ കേരളത്തിൽ കാണിക്കാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു UP സ്കൂൾ ഇത്രയാണെങ്കിൽ ഹൈസ്കൂളുകൾ ഇനി നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ഒരു സ്കൂൾ മതി നമുക്കത് ചെയ്യാൻ. ഹോസ്പിറ്റലുള്ള കാര്യം എനിക്ക് അതിന് ഭയങ്കര അഭിമാനമുണ്ട്. ഇങ്ങനെ ആ സ്കൂളിൽ വന്നിരുന്ന് തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതിൽ അതിന് നന്ദി, നമസ്കാരം. അടുത്ത നമുക്ക് 107 എപ്പിസോഡോട് കൂടി അടുത്ത എനിക്കിതിന് സഹായം ചെയ്തു തന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് KM സിദ്ദിഖ് സാറാണ്. സാറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു.